ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊന്നൂസ് ഇതാ റെഡി ആയിട്ട് പോവാണ്. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, അമ്പലത്തിലേക്കാണ്. എല്ലാവരും ഉണ്ട്. അത്തൂസ് അച്ഛൻ്റെ കൂടെ മുന്നിൽ പോയിട്ടുണ്ട്. ഇതാ പൊന്നൂസും അവിടെ എത്തിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയേ. അത്തക്കുട്ടി പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടോ എന്ന് പറയണേ. എല്ലാവരും പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. എന്ത് ഫെസ്റ്റിവൽ സീസണിലും എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളും പൂക്കളും ഓണത്തിനൊക്കെ പൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്തും പൊന്നും ബാക്കിലിരുന്ന് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ പോവാം. ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്ററേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ മസ്കറ്റ് ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് രാത്രി കാഴ്ചയാണിത് മസ്കറ്റിൽ. പക്ഷേ രാത്രിയൊന്നും ആയിട്ടില്ല കേട്ടോ, സന്ധ്യയാണ്. ഏകദേശം ഒരു 6:15, 6:30 അത്രയേ ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് സന്ധ്യയാകും കേട്ടോ. 6 മണിയാകുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. ഈ കാണുന്നതാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. പകല് ഇതിനെക്കാട്ടും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൊത്തം ചുറ്റിനും ഗാർഡനൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രധാന പള്ളിയാണ്. ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ അത്. ഈ കാണുന്നതാണ് അവന്യൂസ് മോൾ കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം ടോനോ തോമസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു വലിയ പ്രധാനപ്പെട്ടൊരു മോളാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്താറായിട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു അമ്പലത്തിലെ. നവരാത്രി ആയത് കാരണം നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കറങ്ങിയതിന് ശേഷമാണ് നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇത് അമ്പലത്തിലേക്ക് നടന്ന് പോകും കേട്ടോ. കുറേ ദൂരത്താണ് നമുക്ക് പാർക്കിങ് കിട്ടിയത്. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. സെക്യൂരിറ്റി സ്റ്റാഫിനൊക്കെ വെച്ചിട്ടാണ് അവിടെ വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുവാണ്. അവിടെ കയറുന്നിടത്ത് തന്നെ നമുക്ക് ചപ്പലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ചപ്പൽ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചപ്പലൊക്കെ അയച്ച് വെച്ച് അത്തുക്കുട്ടി ഷൂസൊക്കെ അയക്കാൻ ഭയങ്കര പാടാണ്. അത്തൂസ് ഷൂസൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചപ്പലൊക്കെ അയച്ചു. അവിടെ കാലൊക്കെ കഴുകി വൃത്തിയായി നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കാലും കൈയും മുഖമൊക്കെ കഴുകി അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറും കേട്ടോ. അമ്പലത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറയും ഫോട്ടോസൊന്നും അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ നവരാത്രീൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ആ പ്രോഗ്രാംസൊക്കെ കാണാൻ കയറിയിട്ടോ. അങ്ങനെ ഇത്രയും നേരം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ടു കേട്ടോ. അവിടെ ലേഡീസിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും അതിൻ്റെ അകത്ത് കയറി ഇത്തിരി നേരം അവിടെ ഇരുന്നതൊക്കെ കണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ ഇത്തിരി സമയം അവിടെ ഇരുന്ന് പിന്നെ തിരിച്ചിങ്ങ് പോന്നു കേട്ടോ. വരുന്ന വഴി അവിടെ നിന്ന് എപ്പോഴും ഞങ്ങൾ കടല വാങ്ങിക്കുന്നൊരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കടലയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പാർക്കിംഗ് കുറേ ദൂരെയാണ് കിട്ടിയെന്ന്. അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.